ഇട്ടിയുണ്ടടാ അവിടെ പറഞ്ഞൊക്കെ കേട്ടല്ലോ. കട്ടയ്ക്ക് നിന്നോ. എന്തോ പെരുന്നുള്ള കുറവാണല്ലോ. ഇടിച്ച എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷോ? നീ വിഷയം ചോദിക്കാനുള്ള 2 കിലോമീറ്ററും താങ്ങി ഇങ്ങോട്ട് വന്നേക്കുന്നത്. എടാ ആ വാട്സാപ്പ് ഗ്രൂപ്പ് ഇട്ടാ ഞാൻ എൻ്റെ വിശേഷം പറയത്തില്ലേ. അശോക നീ പറഞ്ഞ കാര്യം പറ. അല്ല, ഈ ഓണാഘോഷം ഇപ്രാവശ്യം നേരത്തെ ആണല്ലോ. അതിന് കഴിഞ്ഞ പ്രാവശ്യം താമസിച്ചായിരുന്നു. അല്ല, ഞങ്ങൾ ഈ ചെറുപ്പക്കാരെ കൂടി ചേർന്നേ ഒരു ഓണാഘോഷ പരിപാടി നടത്തുന്നുണ്ട്. ചെറുപ്പക്കാരോ? എടാ അശോക നീ എന്നാണ് ചെറുപ്പക്കാരനായത്? അതെ, ഞാനാണല്ലോ ഇതിന്റെ ഓളിലോട്. അതുകൊണ്ടാ ഓൾ ഇൻ ഓൾ പിരിവ് വേണം. എടാ നീയൊക്കെ കൂടി ഓരോ പ്രാവശ്യം ആഘോഷം എന്നും പറഞ്ഞുകൊണ്ട് കുറെ കാശ് പൊട്ടിക്കുന്നുണ്ട്. എടാ ഇതുകൊണ്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് എന്ത് പ്രയോജനം? ഞാൻ കാശിടാം, പിരിവ് തരാം. ഇട്ടിക്ക് എന്ത് കിട്ടും? കിട്ടും ഇട്ടിക്ക് കിട്ടും. അതുകൂടെ പറയാനാ ഞാൻ വന്നത്. അത് പറ, ഇട്ടിക്ക് എന്ത് കിട്ടും പറ. ഇട്ടിച്ചോ, മകൻ വിദേശത്ത് പോയി പഠിക്കുന്ന കാര്യം എന്തായി? അത് മിക്കവാറും ഈ കൊല്ലം നടക്കുമായിരിക്കും. അതെ, ഈ മാസം തന്നെ നടന്നാലോ? ഫ്രാൻസിന് ഫ്രാൻസ് തന്നെ. അതെങ്ങനെ? താമസം, ഭക്ഷണം, യാത്ര എന്നിവയിൽ ഗവൺമെന്റ് സബ്സിഡിയുള്ള രാജ്യമാണ് ഫ്രാൻസ്. ഏറ്റവും കുറഞ്ഞ ഫീസിൽ ട്രിപ്പിൾ അക്രഡിറ്റേഷനുള്ള ഒരുപാട് ബിസിനസ് സ്കൂളുകളുണ്ട് ഫ്രാൻസിൽ. അതെ, ഓഗസ്റ്റ് 15 രാവിലെ 10 മണി മുതൽ 1 മണി വരെ സാന്റാമോണിക്കിൽ അഡ്മിഷൻ ഡേ നടത്തുന്നുണ്ടോ? അഡ്മിഷൻ ഡേ നടക്കുന്നത് സാന്റാമോണിക്കിലെ ദൈവത്തെ ഓഫീസിൽ. പോരാതെ ടോപ്പ് ഫ്രഞ്ച് യൂണിവേഴ്സിറ്റികളാണ് അവിടെ എത്തുന്നത്. അത് കൊള്ളാമല്ലോ, ചെറുപ്പക്കാർക്ക് ഗുണമുള്ള കാര്യമല്ലേ. നീയേ ഒരു എമൗണ്ട് എഴുതും, റെസിപ്റ്റ് എടുക്കുക, ഞാൻ പോയി പൈസ എടുത്തോണ്ട് വരാം. ഇപ്പൊ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? സൂപ്പർ.